ഈ തെരുവുനായുടെ ആക്രമണത്തിൽ കോട്ടയം അയർകുന്നം സ്വദേശി ഷാജിമോന് നഷ്ടമായത് തന്റെ വിരലിന്റെ ഒരു ഭാഗം മാത്രമല്ല, മുന്നോട്ടുള്ള ജീവിതം കൂടിയാണ്. വിദേശത്ത് മെക്കാനിക്കായ ഷാജിക്ക് ഈ കയ്യും വെച്ച് ഇനി ജോലി ചെയ്യാനാകുമോ എന്ന ഉറപ്പേയില്ല. ഈ കൈയുടെ അറ്റാണ് പട്ടി കടിച്ച് മുറിച്ചുകൊണ്ട് പോയത്. പിന്നെ ഇവിടുത്തെ കടിയാണ് ഇത് പിന്നെ ഇവിടെ നല്ല ആഴത്തുള്ള മുറിവുണ്ട്, ഇവിടെ രണ്ടെണ്ണം. കഴിഞ്ഞ മാസം 26-ാം തീയതി വിദേശത്തേക്ക് മടങ്ങാനായിരുന്നു അയർക്കുന്നം സ്വദേശി ഷാജിമോന്റെ തീരുമാനം. എന്നാൽ സെപ്റ്റംബർ 17 രാത്രിയിൽ തെരുവുനായ ഷാജിയുടെ വിരലിന്റെ ഒരു ഭാഗം കടിച്ചെടുത്തു. ഒപ്പമുണ്ടായിരുന്ന മകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പേ പിടിച്ച നായയ്ക്ക് മുന്നിൽ ഷാജി സ്വയം ഇരയായി നിന്നു, മറ്റൊരു വഴിയുമില്ലാതെ. അന്ന് 17-ാം തീയതി ഞാൻ വണ്ടിയുടെ ഒരു സ്പെയർ വാങ്ങിക്കാൻ വേണ്ടി ടൗണിൽ വരെ പോയതായിരുന്നു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് സാധനം വാങ്ങിച്ചിട്ട് പാർക്കിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു തിരുവനായ ഓടി വന്ന് എൻ്റെ വിരലിൻ്റെ അറ്റത്ത് കടിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ മോൻ്റെ നേരെ തിരിഞ്ഞ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പട്ടിയെ കയറി പിടിച്ച് മോനെ കടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് എൻ്റെ രണ്ട് കൈക്കും കടി കിട്ടിയത്. 15 വർഷമായി സൗദിയിൽ മെക്കാനിക്കായി ജോലി ചെയ്യുന്ന ഷാജിമോൻ അവധിക്ക് നാട്ടിലെത്തിയതാണ്. വിരലിന്റെ ഒരു ഭാഗമില്ലാത്തതിനാൽ ഇനി ജോലി തന്നെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ഇനിയിപ്പോൾ വിരൽ കടിച്ചെടുത്ത് മെഡിക്കൽ കോളേജിൽ നമ്മൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. എന്നിട്ട് ഈ വിരലൊക്കെ കൈമുത്ത് ശരിക്കും മടങ്ങുന്നില്ലത്. അതുപോലെ വിരൽ മുറിഞ്ഞു പോയതുകൊണ്ട് നമുക്കിനി സ്പാനറോ ചുറ്റിയൊക്കെ പിടിച്ച്, ഞാൻ മെക്കാനിക്കാണ്, ഒക്കെ പിടിച്ച് പണി ചെയ്യാൻ പറ്റുന്ന പോലും അറിയത്തില്ല. എൻ്റെ ഒരു വരുമാനത്തിലാണ് കുടുംബം വയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നുവരെ ഒരു കുടിശ്ശികയില്ലാത്ത ഞാനിപ്പം വലിയൊരു ബാധ്യതയിലായിട്ട് പോയി. എൻ്റെ ജീവിതം, എൻ്റെ മുന്നോട്ടുള്ള ചികിത്സ, അതുപോലെ തന്നെ 54 വയസ്സായ ആളാണ് ഞാൻ. ഒരു ജോലി എനിക്ക് കിട്ടത്തില്ല. മക്കളുടെ പഠിത്തം, ലോണിന്റെ തിരിച്ചടവ്, വിദേശത്തെ ജോലി, അങ്ങനെ ഷാജിക്ക് മുന്നിൽ ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. തൻ്റെ പഴയ ജോലി ചെയ്യാനാകുമോ എന്ന് ഷാജിമോന് ഇനി ഉറപ്പില്ല. ലോണിന്റെ തിരിച്ചടവ് മുടങ്ങുമോ എന്ന പേടിയാണ്. നഷ്ടപ്പെട്ട തൻ്റെ വിരലിൻ്റെ ഒരു ഭാഗത്തിന് ആര് ഉത്തരവാദിത്തം പറയാനാണ്? ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോസ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.